ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ എന്ന ലാബിൻ്റെ 4 വ്യത്യസ്ത വെർഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ലാബ് പരീക്ഷയ്ക്ക് ചോദിച്ച തരത്തിലുള്ളതും പുതിയ രീതിയിലുള്ള ഏതാനും ചോദ്യങ്ങളും അടങ്ങിയ ഒരു ലാബ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഈ ജനുവരി മാസം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ. ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ എന്ന ലാബിൻ്റെ 4 വെർഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ വെർഷൻ പരിചയപ്പെടാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ പ്ലസ് 12x² മൈനസ് 7. ഒബ്സർവ് the graph and find points of local maxima and minima. Also find local maximum and local minimum values. ആദ്യമായിട്ട് സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു പേജിൽ ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പർ 1 തുടർന്ന് ചെയ്യുന്നത് പുതിയ വിൻഡോയിൽ ജിയോജിബ്ര വിൻഡോയിൽ ഈ ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു. ഇവിടെ x² x³ നമുക്ക് നേരിട്ട് കോപ്പി പേസ്റ്റ് സാധ്യമല്ലാത്തതിനാൽ നമ്പർ മാത്രം ഒന്ന് പവർ മാത്രം ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുന്നു. ഇപ്പോൾ ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. ഇനി ഇതിലെ ലോക്കൽ മാക്സിമം നാം കഴിഞ്ഞ ലാബിൽ പഠിച്ചത് ഇൻക്രീസിങ് ഡിക്രീസിങ്, ആ ഭാഗത്തുനിന്ന് -∞ മുതൽ -1 വരെ ഇൻക്രീസിങ്ങും -1 മുതൽ 0 വരെ ഡിക്രീസിങ്ങും 0 മുതൽ വീണ്ടും ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ്ങുമാണ് ഫംഗ്ഷൻ. എന്നാൽ ഈ പോയിൻ്റ് -1 -3 ആണ് എന്നും 0 -7 ആണ് എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് ഇത് തന്നെയാണോ ലോക്കൽ മാക്സിമം, ഇത് തന്നെയാണോ ലോക്കൽ മിനിമം എന്നും പരിശോധിക്കുന്നു. അതായത് -2 മുതൽ 0 വരെയുള്ള ഇൻ്റർവെല്ലിലെ മാക്സിമം വാല്യൂ ആണ് നാം കാണുന്നത്. അപ്പോൾ മാക്സിമം ഇവിടെ മിനിമം -2 മാക്സിമം കൊടുത്താൽ മതിയായിരിക്കും. അതെ, മാക്സിമം -1 -3 എന്ന പോയിൻ്റ് തന്നെയാണ്. ഇനി ഇതിൽ നാം ചെയ്യുന്നത് -1 മുതൽ 1 വരെയുള്ള വാല്യൂ കൊടുത്താൽ -1 മുതൽ 1 വരെയുള്ള വാല്യൂ കൊടുത്താൽ ആ ഭാഗത്തുള്ള ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതാ മിനിമം 0 -7 നാം ഉദ്ദേശിച്ചത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അതായത് ഇതിൽ നിന്ന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാനുള്ളത് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം -1 -3 എന്നും പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം എന്നുള്ളത് 0 -7 ആണ് എന്നും ലോക്കൽ മാക്സിമം വാല്യൂ എന്നുള്ളത് -3 ആണെന്നും ലോക്കൽ മിനിമം വാല്യൂ എന്നത് -7 ആണ് എന്നും നമുക്ക് ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ്. പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം -1 -3, പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം 0 -7, ലോക്കൽ മാക്സിമം വാല്യൂ -3, ലോക്കൽ മിനിമം വാല്യൂ -7. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ദെൻ രണ്ടാമത്തെ പുതിയൊരു വിൻഡോ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുക, രണ്ടാമതൊരു എഫ് ഓഫ് എക്സ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V, Ctrl+C. x³ 9x² ഈ ഭാഗത്ത് മാത്രമാണ് ചെറിയ കോപ്പി ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. 2x³ -9x² -24x -5. തുടർന്ന് ചെയ്യാനുള്ളത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് f'(x). f'(x)ൻ്റെ ഗ്രാഫാണ് ഇവിടെ വരയ്ക്കാനുള്ളത്. f'(x) വരയ്ക്കാൻ DER_F. ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫും ആയിക്കഴിഞ്ഞു. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇവിടെ ക്യാപിറ്റൽ എഫ് ആണ് വന്നിട്ടുള്ളതാണ്, അതാണ് പ്രശ്നം. സ്മോൾ എഫ്, ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. ഇപ്പോൾ ഈ റെഡ് കളറിലുള്ളതാണ് എഫ് ഓഫ് എക്സ്, ഗ്രീൻ കളറിലുള്ളതാണ് f'(x). തുടർന്ന് ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ പോയിൻറ്റ്സ്. f'(x)ൻ്റെ ലോക്കൽ മിനിമവും ലോക്കൽ മിനിമവും കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. കൂടാതെ ലോക്കൽ മാക്സിമം വാല്യൂ ലോക്കൽ മിനിമം വാല്യൂയും കാണേണ്ടതുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അറിയാവുന്നത് ഈ രണ്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് ഒന്ന് കണ്ടെത്താനുള്ളത്. അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടെത്താൻ എഫ് ഡാഷ് എക്സും അതുപോലെ തന്നെ എക്സ് ആക്സിസും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് എ എന്ന പോയിൻ്റ് -1 0 4 0 ഈ രണ്ട് പോയിൻ്റിലുമാണ് ഈ കർവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുന്ന, അതായത് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ വരുന്നത്. അതായത് ഈ ഭാഗത്താണ് ഒരു ലോക്കൽ മാക്സിമം ഉള്ളത്, ഈ ഭാഗത്ത്, അതായത് 4 എക്സ് കോർഡിനേറ്റ് 4 വരുന്നതും വൈ കോർഡിനേറ്റ് നാം കണ്ടുപിടിക്കേണ്ടതുമായ, അതുപോലെ -1 എക്സ് കോർഡിനേറ്റും ഒരു വൈ കോർഡിനേറ്റ് കാണാനുണ്ട്. ആ പോയിൻ്റാണ് നാം ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്നത് നേരത്തെ ഉപയോഗിച്ച അതേ ഫങ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് എഫിൽ ക്ലിക്ക് ചെയ്യുന്നു. -2 മുതൽ 0 വരെ വരുന്ന എന്ന് പറഞ്ഞാൽ ഈ -1 ഉൾപ്പെടുന്ന ഒരു പോയിൻ്റാണ് ടെസ്റ്റ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ -2 മുതൽ 0 വരെ ടെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്തുള്ള വാല്യൂസ് നമുക്കറിയാം. ഇതാ -1 എക്സ് കോർഡിനേറ്റ് വരുന്നതിൻ്റെ വൈ കോർഡിനേറ്റ് കാണുന്നു, -1 8. അതായത് -1 8 എന്ന പോയിൻ്റാണ് ഒരു ലോക്കൽ മാക്സിമം വാല്യൂ. അതിലെ ലോക്കൽ മാക്സിമം പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം, അതിലെ ലോക്കൽ മാക്സിമം വാല്യൂ ആണ് ഇവിടെ പറയുന്ന 8. ഇനി അതിൻ്റെ തന്നെ ലോക്കൽ മിനിമം കണ്ടെത്താൻ വേണ്ടി -4 ഉൾപ്പെടുന്ന ഒരു പോയിൻ്റ് കണ്ടെത്തുന്നു. -4 ഉൾപ്പെടുന്നതാണെങ്കിൽ ഒരു 1 കൊടുത്താൽ മതി, ഇപ്പുറത്തൊരു 7 എൻ്റർ ചെയ്താലും മതിയായിരിക്കും. 7. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 4, -117. -4ൻ്റെ വൈ കോർഡിനേറ്റാണ് കാണേണ്ടത്. എക്സ് കോർഡിനേറ്റ് +4 വരുന്നതും വൈ കോർഡിനേറ്റ് വരുന്നതുമായ ഒരു പോയിന്റിൽ വെച്ചാണ് ലോക്കൽ മിനിമം വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം 4, -117. അപ്പോൾ അതിനനുസരിച്ച് നാം ആൻസർ എഴുതുമ്പോൾ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ -1 0 4, 0. പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം 1, 8 4, -117. ലോക്കൽ മാക്സിമം വാല്യൂ എന്നുള്ളത് 8, ലോക്കൽ മിനിമം വാല്യൂ എന്നുള്ളത് -117. ഒരിക്കൽ കൂടി പറയാം. ഈ പോയിൻ്റ് -1 0 4 0 ഇതിലുള്ള ലോക്കൽ മാക്സിമം വാല്യൂ വരുന്നത് -1, 8. ഇവിടെ 4, -117. അതിൽ ലോക്കൽ മാക്സിമം വാല്യൂ വരുന്നത് 8, ലോക്കൽ മിനിമം വാല്യൂ വരുന്നത് -117. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൽ അടുത്ത ചോദ്യം വരുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x. ഒരു f of x തന്നിട്ടുണ്ട്, ഇൻ്റർവൽ -2 2ലാണ്. നേരത്തെ ഉള്ള ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ഫംഗ്ഷൻ, പുതിയൊരു ജിയോജിബ്ര വിൻഡോ എടുത്താലും മതിയായിരിക്കും. മുൻപ് ചെയ്യുന്ന പോലെ x², അതുപോലെ തന്നെ x³ ദെൻ എൻ്റർ. ഇപ്പോൾ നമുക്കൊരു കർവ് ലഭിച്ചു, ഒരു ഫംഗ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അബ്സൊല്യൂട്ട് മാക്സിമം അബ്സൊല്യൂട്ട് മിനിമം ഇൻ ദ ഇൻ്റർവൽ -2 2. -2 2 എന്ന ഇൻ്റർവലിൽ അബ്സൊല്യൂട്ട് മാക്സിമം ഇതാണ് -2, ഇതാണ് 2. ഈ -2ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഒരു ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കത് -2ൻ്റെയും +2ൻ്റെയും ഇടയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഡെറിവേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഡെറിവേറ്റീവ് ഓഫ് എഫ്. ആ ഫംഗ്ഷൻ്റെ കർവാണ് ഈ കാണുന്നത്. ആ ഫംഗ്ഷൻ്റെ കർവ് -2ൻ്റെ ലെഫ്റ്റിലും 2ന് ശേഷമാണ്. അതുകൊണ്ട് -2ൻ്റെയും 2ൻ്റെയും ഇടയിലൊരു ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ സമയത്ത് ഈ ഫംഗ്ഷൻ ഒരു ഡിക്രീസിങ് ഫംഗ്ഷനാണ്. -2 മുതൽ 2 വരെ വരുന്ന ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ ഒരു ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അതിനാൽ അതിൻ്റെ ഇടയിലൊരു ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഇല്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് f of -2 കണ്ടാൽ കിട്ടുന്ന ആൻസർ കാണാം. -2 ഒരു ആൻസർ കാണാം, കിട്ടി.
121 ദെൻ എഫ് ഓഫ് 2 ആ ആൻസറും നാം കണ്ടുപിടിക്കുന്നു. അതായത് 121 എന്നുള്ളത് ഒരു അബ്സലൂട്ട് മാക്സിമമാണ്, -135 എന്നുള്ളത് അബ്സലൂട്ട് മിനിമമാണ്. എഫ് ഓഫ് -2നാണ് 121, എഫ് ഓഫ് 2 എന്നത് -135 ആണ്. അപ്പോൾ ഇവിടെ നാം ആൻസർ ആയിട്ട് എഴുതേണ്ടത് absolute maximum value is 121 at x equal to -2. Absolute minimum value is -135 at x equal to 2. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് നാം എഴുതേണ്ടത്. ഇനി ഇതേ രീതിയിലുള്ള മറ്റൊരു ഫംഗ്ഷൻ കൂടിയാണ് ചെയ്യാനുള്ളത്, sin x പ്ലസ് cos x. ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം, sin x പ്ലസ് cos x. അതിന് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2 ആക്കാനുണ്ട്. π/2 ആകുമ്പോൾ മാത്രമേ കൃത്യമായ വാല്യൂ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് π/2 പറയുകയാണെങ്കിലും π/4 ആക്കുന്നത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ ഉപകരിക്കും. π/4 ആക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് വലുതാക്കുകയും ചെയ്യാം. ദെൻ sin x പ്ലസ് cos x. sin x പ്ലസ് cos xൻ്റെ കർവ് എൻ്റർ ചെയ്തു. ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് -π/2 മുതൽ π/4 വരെ, -π/2 മുതൽ π/6 വരെ, π/6 വരെ. ഫിഗറിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഈ ഭാഗത്ത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഒരു ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഇല്ല. -3 π/4ലാണ് ഒരു ലോക്കൽ മിനിമം, π/4ലാണ് ഒരു ലോക്കൽ മാക്സിമം, വീണ്ടും 5 π/4ലാണ് ഒരു ലോക്കൽ മിനിമം. ഇതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന -π/2ൻ്റെയും π/6ൻ്റെയും ഇടയിൽ ഒരു ലോക്കൽ മാക്സിമം ഇല്ല. ഈ ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് വാല്യൂ കാണാൻ, അബ്സലൂട്ട് മാക്സിമം കാണാനും അബ്സലൂട്ട് മിനിമം കാണാനും ഫംഗ്ഷൻ്റെ വാല്യൂ നാം ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്താൽ മതിയായിരിക്കും. -pi/2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി -1. π/2ലെ മിനിമം വാല്യൂ കിട്ടുന്ന വാല്യൂ -1. ഫിഗർ തന്നെ ക്ലിയർ ആണ്. എഫ് ഓഫ് -π/2 -1 ആണ്. ദെൻ എഫ് ഓഫ് π/6 pi/6 കിട്ടുന്ന വാല്യൂ 1.37. ഇതാ ഇവിടെ ഇങ്ങനെ ആയിട്ട് വരും 1.37. ഇപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത് എഫ് ഓഫ് -π/2 -1 എന്നും എഫ് ഓഫ് π/6 ഈക്വൽ ടു 1.37 എന്നും എഴുതാം. ഫൈനൽ ആൻസർ ആയിട്ട് അബ്സലൂട്ട് മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അബ്സലൂട്ട് മിനിമം വാല്യൂ എന്നുള്ളതിന് അബ്സലൂട്ട് മാക്സിമം വാല്യൂ ഈസ് 1.37 അറ്റ് എക്സ് ഈക്വൽ ടു π/6 എന്നും, അതുപോലെ തന്നെ അബ്സലൂട്ട് മിനിമം വാല്യൂ ഈസ് -1 അറ്റ് എക്സ് ഈക്വൽ ടു -π/2 എന്നും നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ഇതാണ് ആദ്യ വെർഷൻ. ഇനി രണ്ടാമത്തെ വെർഷൻ AB പരിചയപ്പെടാം. ആ AB-യിലും അതുപോലെ AD 4-ലും അവസാന ചോദ്യം സെയിം ആണ്, അതുകൊണ്ട് ആവർത്തനം ഒഴിവാക്കുന്നു. ഇനി നാം ഇവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ വെർഷനിലെ ആദ്യ ചോദ്യം. നേരത്തെയുള്ള പുതിയ വിൻഡോ എടുക്കുന്നു, x³ ദെൻ x² അതും ശരിയാക്കുന്നു. ദെൻ എൻ്റർ. പഴയ ആക്സിസ് അതുപോലെ തുടരുകയാണ്, അതുകൊണ്ട് നാം അതൊന്ന് മാറ്റം വരുത്തുന്നു. ഗ്രാഫിക്സിൽ പോയിട്ട് എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്, കൺട്രോൾ എം എൻ്റർ ചെയ്താൽ ഗ്രാഫിക്സിൻ്റെ സ്റ്റാൻഡേർഡ് വ്യൂ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ -2 5 ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ 0 -3 ഇത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് -3 മുതൽ 0 വരെയുള്ളതിലെ മാക്സിമം -3 മുതൽ 0 ഉൾപ്പെടുത്തിയാൽ മതിയായിരിക്കും. അപ്പോൾ ആ സമയത്തുള്ള വാല്യൂ ഇതാ -2 5 നാം ഉദ്ദേശിച്ച് തന്നെയാണ്. ഇനി ഇതിൽ ഈ 0 ഉൾപ്പെടുന്ന ഒരു പോയിൻ്റ് -1 കൊടുത്ത് നോക്കാം. എൻ്റർ ചെയ്താൽ അപ്പോൾ കിട്ടുന്ന വാല്യൂ 0 -3 നാം ഉദ്ദേശിച്ച -3 തന്നെയാണ്. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ഈസ് -2, 5.
പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ഈസ് 0 മൈനസ് 3 എന്നും ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 5 എന്നും ലോക്കൽ മിനിമം വാല്യൂ ഈസ് -3 എന്നും നമുക്ക് എഴുതാവുന്നതാണ്. ഇതാണ് ഇവിടെ ആൻസറായിട്ട് നാം എഴുതാനുള്ളത്. ലോക്കൽ മാക്സിമം വാല്യൂ 5, ലോക്കൽ മിനിമം വാല്യൂ -3. ഈ 5 ആണ് ഈ ലോക്കൽ മാക്സിമം വാല്യൂ ആയിട്ട് വരുന്നത്. ഈ ലോക്കൽ മിനിമം -3 ആണ് ലോക്കൽ മിനിമം വാല്യൂ ആയിട്ട് നാം എഴുതുന്നത് എന്ന് ചുരുക്കം. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടുപിടിക്കുന്നു. ദെൻ 2x³ 3x², ദെൻ എൻ്റർ. ഡെറിവേറ്റീവ് ഉപയോഗിച്ച് കാണാൻ വേണ്ടിയിട്ട് നാം ഡെറിവേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നു. DERF, ഫംഗ്ഷൻ്റെ പേര് എഫ് ആണ്. ദെൻ എൻ്റർ. വയലറ്റ് കളറിലുള്ളതാണ് f'(x). ഇനി ചെയ്യേണ്ടത് ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഓഫ് ദ ഫംഗ്ഷൻ f(x). അതിൻ്റെ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവുമാണ് കണ്ടെത്തുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇങ്ങനെ മുകളിലോട്ട് പോയി വരുന്നു. ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഇവിടെ ഈ ഭാഗത്ത്, അതുപോലെ ഈ ഭാഗത്ത്. അത് കാണാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനെ അത് തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് f'(x)ഉം x ആക്സിസും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് -3 0 2 0, ഈ രണ്ട് പോയിന്റിലാണ് x ആക്സിസും അതുപോലെ തന്നെ f'(x)ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് എക്സ് കോർഡിനേറ്റ് -3 വരുന്നതും ഒരു മാക്സിമം y കോർഡിനേറ്റ് വരുന്നതുമായ ഒരു പോയിന്റ് കണ്ടെത്താൻ വേണ്ടി നാം ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഈ -3 ഉൾപ്പെടുന്ന പോയിൻ്റാണ് നാം നോക്കേണ്ടത്. -4 -1 -4 -1. ദെൻ എൻ്റർ ചെയ്യുന്നു. ആ സമയത്ത് -3യുടെ എക്സ് കോർഡിനേറ്റ് വരുന്ന വാല്യൂ -3 91 എന്ന് നമുക്ക് കാണാം. അതായത് ഇവിടെ പോയിൻ്റ് -3 91 ആണ് പോയിൻ്റ് ഓഫ് മാക്സിമം, പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം. അതുകൊണ്ട് തന്നെ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 91 എന്നും കാണും. അതുപോലെ ഈ 2 വരുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മുതൽ 3 വരെയുള്ളതിൻ്റെ മാക്സിമം നാം കാണുന്നു. അപ്പോൾ അതിൽ 2 വരുന്ന പോയിൻ്റ് 2, -34. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് പറഞ്ഞാൽ 2, -34. അതിലെ ലോക്കൽ മിനിമം വാല്യൂ വരുന്നത് -34. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതുന്നത്. പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ -3, 0 2, 0. പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം -3 91 2, -34. ലോക്കൽ മാക്സിമം വാല്യൂ 91, ലോക്കൽ മിനിമം വാല്യൂ -34. ഈ -34ഉം ഇതും സെയിം തന്നെയായിരിക്കും. ഈ 91ഉം ഈ 91ഉം സെയിം ആയിരിക്കും. ദെൻ ഇതിൽ മൂന്നാമത്തെ ചോദ്യം, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. -1 3 എന്ന ഇൻ്റർവെല്ലിലെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അബ്സല്യൂട്ട് മിനിമം വാല്യൂ കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു. ദെൻ x³ ദെൻ 3x² 11. നമുക്കറിയാം ഈ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ട ഇൻ്റർവെൽ -1 3 ആണ്. -1 മുതൽ 3 വരെ, -1 മുതൽ 3 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷന് ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഉണ്ട് എന്ന് നാം പരിശോധിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് DERF നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് ഡെറിവേറ്റീവ് ആൻഡ് x'. അപ്പോൾ -1 0 എന്നതും ഒരു പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. ഇതൊരു ലോക്കൽ മിനിമം വാല്യൂയുമാണ് 3 0. ഇതിൻ്റെ ഇടയിലാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇത് രണ്ടും 2 എൻഡ് പോയിൻ്റ് കൂടിയാണ്.
അതുകൊണ്ട് നാം ഡയറക്റ്റായിട്ട് എഫ് ഓഫ് -1 കണ്ടാൽ മതിയായിരിക്കും. എഫ് ഓഫ് -1 കണ്ടാൽ 16 കിട്ടി. എഫ് ഓഫ് 3 കണ്ടാൽ -16. അതായത് ലോക്കൽ മാക്സിമം വാല്യൂ എന്നുള്ളത് 16 ആണ്. ലോക്കൽ മിനിമം വാല്യൂ എന്നുള്ളത് -16 ആണ്. ആൻസർ ആയിട്ട് എഴുതാനുള്ളത് ലോക്കൽ മാക്സിമം വാല്യൂ ഈസ് 16 at x equal to -1. ലോക്കൽ മിനിമം വാല്യൂ ഈസ് -16 at x equal to 3. ഇതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. ഇതിലെ 4ാമത്തെ ചോദ്യം റിപ്പീറ്റേഷനാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ദെൻ 3ാമത്തെ കോഡ് AC 3x³ - 9x² + 7. ഇതിൽ പോലെ തന്നെ ഈ ഫംഗ്ഷൻ്റെ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഇതേ രീതിയിൽ കണ്ടെത്താം. 0, 7, അതുപോലെ തന്നെ 2 - 5. അതിനും മുൻപ് ചെയ്ത പോലെ തന്നെ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് -1 മുതൽ 1 വരെയുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. -1 മുതൽ 1 വരെയുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0, 7 ഈ 7 തന്നെയാണ്. അതായത് 0, 7 എന്നുള്ളത് തന്നെയാണ് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്നും. ഇനി ഈ ഭാഗം ഏതാണ്ട് 2 ആണ്. അപ്പോൾ 1 മുതൽ 3 വരെ ടെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. 1 മുതൽ 3 വരെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3, 2, -5. 2, -5. അതായത് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്നുള്ളത് 0, 7 ആണെന്നും പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം എന്നുള്ളത് 2, -5 ആണെന്നും നാം കണ്ടെത്തി കഴിഞ്ഞു. അതായത് ലോക്കൽ മാക്സിമം വാല്യൂ എന്നുള്ളത് 7 ആണെന്നും ലോക്കൽ മിനിമം വാല്യൂ എന്നുള്ളത് -5 ആണെന്നുമാണ് ഈ ചോദ്യത്തിന് ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം 0, 7, ലോക്കൽ മിനിമം 2, -5, ലോക്കൽ മാക്സിമം വാല്യൂ 7, ലോക്കൽ മിനിമം വാല്യൂ -5. ഇനി ഇതിൽ 2ാമത്തെ ചോദ്യമായിട്ട് ചെയ്യാനുള്ളത് എഫ് ഓഫ് x ഈക്വൽ ടു x³ x³ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ x² ഒന്ന് കർവ് ലഭിച്ചു. ഇനി നമുക്ക് കാണാനുള്ളത് DER/F ഡെറിവേറ്റീവ് ഓഫ് f കണ്ടെത്തി. ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡെറിവേറ്റീവ് കണ്ടു. ആൻഡ് പ്ലോട്ട് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് x ആക്സിസ്. x ആക്സുമായിട്ടുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് ഇവിടെ കണ്ടെത്തുന്നത്. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ A കിട്ടി, B കിട്ടി. എയുടെ പോയിൻ്റ് -1, 0, ബിയുടെ വാല്യൂ 5, 0. ഈ ഭാഗത്തുള്ള മാക്സിമം വാല്യൂ ആണ് നാം ഈ ഭാഗത്തുനിന്ന് കണ്ടെത്തുന്നത്. ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് -1 ഉൾപ്പെടുന്ന ഒരു റീജിയൻ കണ്ടെത്തുന്നു. -2 മുതൽ 0 വരെ. -2 മുതൽ 0 വരെ. ദെൻ എൻ്റർ ചെയ്താൽ -1, 11 എന്നതാണ് മാക്സിമം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന വാല്യൂ -1, അതായത് ലോക്കൽ മാക്സിമം പോയിൻ്റ് -1, 11. ഇനി അടുത്ത പോയിൻ്റ് ഈ 5 ആണ്. 5 ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. 3 മുതൽ 7 വരെ ടെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. 3 മുതൽ 7 വരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാ -97. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. 5 ആണെങ്കിൽ -97. അപ്പോൾ അതിൽ നിന്ന് ആൻസർ ആയിട്ട് നമുക്ക് എഴുതാനുള്ളത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ -1, 0, 5, 0. പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം -1, 11, 5, -19. ലോക്കൽ മാക്സിമം വാല്യൂ 11, ലോക്കൽ മിനിമം വാല്യൂ -19 എന്ന് ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഇതിൽ അടുത്ത ചോദ്യം വരുന്നത് ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ -2, 2 എന്ന ഇൻ്റർവെല്ലിൽ അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. 2x³ 3x² എൻ്റർ ചെയ്തു.
ഈ ഫംഗ്ഷൻ -2 മുതൽ 2 വരെയുള്ള ഇൻ്റർവെല്ലിൽ നമുക്കറിയാം ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ആ ഡിക്രീസിംഗ് ആണെന്ന് ഒറ്റ നോട്ടത്തിലാണ് മനസ്സിലാകുന്നത്. ഉറപ്പുവരുത്താൻ വേണ്ടി DERF. അപ്പോൾ ഡെറിവേറ്റീവ് വരുന്ന പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒന്ന് -2, 2ൻ്റെ ഇടയിൽ ഒരു ലോക്കൽ മാക്സിമവും വരുന്നില്ല. 2 എന്ന പോയിൻ്റിലുണ്ടെങ്കിലും അതൊരു എൻഡ് പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് f ഓഫ് -2 കണ്ടാൽ മതിയായിരിക്കും. f ഓഫ് -2 ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ദെൻ f ഓഫ് 2 -34. അതായത് ഈ സമയത്ത് f ഓഫ് -2 എന്നുള്ളത് 78, f ഓഫ് 2 എന്നുള്ളത് -34. അതുകൊണ്ട് നമുക്ക് എഴുതാം absolute maximum value is 78 at x equal to -2. absolute minimum value is -34 at x equal to 2. ഇതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. നാലാമത്തെ ചോദ്യം റിപ്പീറ്റേഷനാണ്, ആവർത്തിക്കുന്നില്ല. ദെൻ നാലാമത്തെ ചോദ്യം f ഓഫ് x ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെയും മുൻപത്തെ പോലെ തന്നെ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവുമാണ് ഇവിടെ കണ്ടെത്താനുള്ളത്. ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യുന്നു. ദെൻ x³ ആണ് നാം, അതുപോലെ തന്നെ x² ആണ് ഒന്ന് ചെറിയ രീതിയിൽ മാറ്റം വരുത്താനുള്ളത്. ഒന്നുകിൽ ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം, ഇനി അതല്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റർ ചെയ്താലും മതിയായിരിക്കും. ഇവിടെ നമ്മൾ സൗകര്യത്തിന് കോപ്പി പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ അതെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് 0, 4, 1, 3. ഈ രണ്ട് പോയിൻറ്റും പോയിൻ്റ് ഓഫ് ഇൻ്റർ മാക്സിമം തന്നെയല്ലേ മിനിമം തന്നെയല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി -1 മുതൽ 1 വരെയുള്ള ഇൻ്റർവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നു. -1 മുതൽ 1 വരെ, -1 മുതൽ 1 വരെയുള്ള ഇതിലെ മാക്സിമം വാല്യൂ ആണ് നോക്കുന്നത്. മാക്സിമം 0, 4 തന്നെയാണ്. ഇനി ഇവിടെ 0 മുതൽ 2 വരെ ടെസ്റ്റ് ചെയ്താൽ മതി. 0 മുതൽ 2 വരെ 0 മുതൽ 2 വരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലെ മിനിമം വാല്യൂ വരുന്നത് മിനിമം 1, 3. ഈ ഉദ്ദേശിച്ച പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്കതിനെ എഴുതാവുന്നതാണ്. പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം 0, 4 എന്നും പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം 1, 3 എന്നും പറയാം. ലോക്കൽ മാക്സിമം വാല്യൂ 4, ലോക്കൽ മിനിമം വാല്യൂ 3. ഇതാണ് ഇതിലെ ആദ്യ ചോദ്യം. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഉപയോഗിച്ചാണ് നാം കാണുന്നത്. ഡയറക്റ്റായിട്ട് കോപ്പി പേസ്റ്റ്. അതിൽ x³ എൻ്റർ ചെയ്യുന്നു. ദെൻ x², ദെൻ എൻ്റർ. ഇനി മുൻപ് ചെയ്ത പോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് f. ഡെറിവേറ്റീവ് f കണ്ടിട്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണുന്നു. ഡെറിവേറ്റീവ് റെഡ് കളറിലുള്ളതാണ്. എയും ബിയും പോയിൻ്റ് കിട്ടി. ഈ പോയിൻ്റ് ഉൾപ്പെടുന്ന ഒരു ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടെത്തുന്നു ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച്. -4 ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് നാം ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ -4 ഉൾപ്പെടുന്ന ഭാഗം കിട്ടാൻ -5 -3 കൊടുത്താൽ മതിയായിരിക്കും. -5 -3. അപ്പോൾ ആ സമയത്തുള്ള മാക്സിമം വാല്യൂ നമുക്ക് കിട്ടി. മാക്സിമം -5,90. അതായത് 90 എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ പോയിൻ്റ്. -5,90. ഇനി അതുപോലെ തന്നെ അല്ല മാക്സിമം -4 ആണ്. -4, 107. 5 അല്ല, -4, 107. ഇതാണ് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം വാല്യൂ. ഇനി ബി വരുന്നത് 1 വരുന്നതാണ്. 10. അപ്പോൾ -1 മുതൽ 2 വരെ, -1 മുതൽ 2 വരെ. അപ്പോൾ ആ സമയത്തുള്ള വാല്യൂ നമുക്ക് കിട്ടും 1, -18. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാനുള്ളത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ -4,0, 1,0. പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്നുള്ളത് -4,107. പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം 1, -18. ലോക്കൽ മാക്സിമം വാല്യൂ 107 എന്നും അതുപോലെ തന്നെ ലോക്കൽ മിനിമം വാല്യൂ 18 എന്നും നമുക്ക് കണ്ടെത്താവുന്നതാണ്. 107 സെയിം വാല്യൂ ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. -3, 2ലാണ് പരിശോധിക്കേണ്ടത്.
ബാക്കിയെല്ലാം നാം ക്ലോസ് ചെയ്യുന്നു. പുതിയൊരു വിൻഡോ സെലക്ട് ചെയ്യുന്നു. എക്സ് ക്യൂബ് എൻ്റർ ചെയ്യുന്നു. എക്സ് ക്യൂബ് അതുപോലെ തന്നെ 6x² ദെൻ എൻ്റർ ചെയ്യുന്നു. ഈ ഫംഗ്ഷനിൽ ഇൻ്റർവെൽ -3 to -3 എന്ന ഇൻ്റർവെൽ -3 എന്ന ഇൻ്റർവെല്ലിൽ ഒരു ലോക്കൽ മാക്സിമവും ഇല്ല, മിനിമവും ഇല്ല, ഒരു ഡിക്രീസിങ് ഫംഗ്ഷനാണ്. വേണമെങ്കിൽ അത് ഉറപ്പുവരുത്താൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് കണ്ടാൽ മതിയായിരിക്കും. നമുക്കതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറിയാം. -3 to ഇതിൻ്റെ ഇടയിൽ ഒരു പോയിൻറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ടിട്ട് എഫ് ഓഫ് -3 കാണുന്നു, ആൻസർ കിട്ടുന്നു. എഫ് ഓഫ് 2 കാണുന്നു. അതായത് എഫ് ഓഫ് -2 145, എഫ് ഓഫ് 2 എന്നുള്ളത് -30 എന്നും കിട്ടുന്നു. അതായത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാനുള്ളത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് -30, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് 145 at x equal to -3, അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈസ് -30 at x equal to 2. ഇതേ രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ലാബാണ് ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ. ഈ തിയറി പരീക്ഷയ്ക്കും ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു നല്ല ലാബാണ് മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.